തെറ്റിയോടിയപ്പോ പാപിയായി ഞാൻ ജീവിച്ചപ്പോ എൻ പാത തെറ്റിയോടിയപ്പോ പാലകൻ നീ തേടി പാതകനടിയാനെ പാവന മാർഗേ ചേർത്തല്ലോ. പാലകൻ നീ തേടി പാതകനടിയാനെ പാവന മാർഗേ ചേർത്തല്ലോ. യേശുവേ എൻ പ്രാണനായക ജീവനെ നീക്കേകിയോനേ. യേശുവേ എൻ നായക ജീവനെ നീക്കേകിയോനേ. എൻ സങ്കടങ്ങളറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർന്നെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങളറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർന്നെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങളറിഞ്ഞെന്റെ ഹല്ലേലൂയ എന്റെ സങ്കടങ്ങൾ അറിഞ്ഞ് എന്റെ വൻ പാപക്കടങ്ങളെ തീർത്ത് എന്റെ കണ്ണുനീർ തുടച്ച് അങ്ങയ്ക്ക് രാവിലെയും ആരാധനയായി സ്തോത്രങ്ങളായി സ്തുതികളായി എന്നെ തന്നെ അർപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ നാമം എത്രയോ ശ്രേഷ്ഠമാണ്. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ വാഴ്ത്തുന്നു. We praise you, Lord. പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ എന്റെ പാത തെറ്റി ഞാൻ ഓടിയപ്പോൾ അങ്ങ് എന്നെ തേടി വന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. We praise you, we praise you, we praise you, Lord. Hallelujah, hallelujah, hallelujah. Thank you, Lord. Thank you, Lord. നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതിലും അപ്പുറമാണ്. ആഴമേറിയ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We praise you, we praise you, we praise you. പരിശുദ്ധനായ പിതാവേ, ഒരു ഞായർ പകലൂടെ കാണുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പകലിലും സഭായോഗമായ ഞങ്ങളുടെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതുകൊണ്ട് സ്തോത്രം. അങ്ങ് പരിശുദ്ധനെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ നമസ്കരിക്കുന്നു. അങ്ങ് സ്തോത്രത്തിനും സ്തുതിക്കും യോഗ്യനായവനാണ്. അങ്ങ് മാത്രമാണ് യോഗ്യൻ. കർത്താവേ, ഞങ്ങൾ പാപികളായി ജീവിച്ച സമയത്ത്, ഞങ്ങളുടെ പാത തെറ്റി ഓടിയ സമയത്ത്, നിത്യമരണത്തിലേക്ക് പോകുകയായിരുന്നു ഞങ്ങളെ നിത്യജീവനിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ അങ്ങയുടെ പുത്രനെ തന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തതിനായി നന്ദി പറയുന്നു കർത്താവേ. മക്കളെന്ന പദവി നൽകിയതിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ ആത്മാവിനെ ഉള്ളിൽ തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ തിരുവെഴുത്ത് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലവും അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തട്ടെ. ഏകാഗ്രതയോടെ അങ്ങയുടെ സന്നിധി ഞങ്ങളായിരിക്കട്ടെ. അങ്ങയുടെ തിരുവെഴുത്തിലൂടെ അങ്ങയുടെ ദാസരിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയോടുള്ള സ്നേഹം വർദ്ധിച്ചവരായി, അങ്ങനെയുള്ള ആശ്രയം വർദ്ധിച്ചവരായി, അങ്ങനെയുള്ള ഏകാഗ്രത വർദ്ധിച്ചവരായി, പ്രത്യാശ വർദ്ധിച്ചവരായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഏകാഗ്രതയോടെ ഞങ്ങളുടെ പരിശുദ്ധ സന്നിധി ഞങ്ങളെ ഇരുത്തിക്കാട്ടെ. കടന്നു വരുന്നവരെ എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തണമേ. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. വിവിധ നിലകളിൽ ഭാരപ്പെടുന്നവർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. കർത്താവ് കൊടുക്കുന്ന ആശ്വാസത്തിനായി, വിടുതലിനായി, സൗഖ്യത്തിനായി നന്ദി പറയുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന്, ഉത്തരമരുളുന്ന ദൈവമാണെന്ന്, വീണ്ടും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമാറ് അങ്ങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവ്. ഈ പകലിൽ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ. ഏകാഗ്രതയോടെ അങ്ങയുടെ സന്നിധി ഞങ്ങളെ ഇരുത്തുമാറാകണം. പരിശുദ്ധ നാമത്തിന് സ്തുതി ചെയ്തുകൊണ്ട് സ്തോത്രത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ.
ഈ നല്ല ദൈവത്തെ സേവിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചതോർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കാം. 105 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം വാക്യപ്രതിവാക്യമായി. 105 സങ്കീർത്തനം, Psalm number 105, verses from 1 to 10. 105 1 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിക്കുവിൻ. അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുവിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളായുള്ളവരെ, അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവന്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട്. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. ചേർന്ന് വായിക്കാം. അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യ നിയമമായും നിയമിച്ചു. ഈ അനുഗ്രഹപ്പെട്ട സങ്കീർത്തന ഭാഗത്തിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നതെങ്കിലും ആത്മീക ഇസ്രായേലായ നമുക്കും ഇതേ നിലയിലുള്ള അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, സ്തോത്രം ചെയ്യുവിൻ, ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുവിൻ. വർണ്ണിക്കുവാൻ തക്കവണ്ണമുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. അവന് പാടുവീൻ, അവന്റെ കീർത്തനം പാടുവീൻ, അവന്റെ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിക്കുവീൻ. ദൈവത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാ അവൻ ചെയ്ത അത്ഭുതങ്ങൾ. അതെത്രയോ വലിയതാണ്. ഹല്ലേലൂയ. മാത്രമല്ല ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കണം. അവന്റെ വിശുദ്ധ നാമത്തിൽ നമുക്ക് പ്രശംസിക്കാം. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശംസകളൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രശംസിക്കാൻ കഴിയുന്നത് ഈ സത്യദൈവത്തെ അറിയുവാനിടയായി. അതിലാണ് നമ്മുടെ പ്രശംസ, അതിലാണ് നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നത്. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടതായിട്ടുള്ള ചിലതുണ്ട്. അവൻ ചെയ്ത അത്ഭുതങ്ങൾ ഓർക്കണം, അവൻ കാണിച്ച അടയാളങ്ങൾ ഓർക്കണം, അവന്റെ ന്യായവിധികൾ ഓർക്കണം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട് പ്രിയമുള്ളവർ, എത്രയോ നല്ല ദൈവത്തെ നാം സേവിക്കുന്നത്. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ എന്ന് പറയുമ്പോൾ ഒരു കർത്തവ്യത്തിൽ നിന്ന്, ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന്, ഒരു കൽപ്പനയുള്ളത് കൊണ്ട് അവർ ചെയ്യുമ്പോൾ, നാം കൽപ്പനയുള്ളത് കൊണ്ടല്ല ചെയ്യുന്നത്. നാം അവന്റെ മക്കളാണ്. അവൻ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ അത്രയ്ക്കും വലിയതാണ്. ആരും പറഞ്ഞതുകൊണ്ടല്ല ആരാധിക്കുന്നത്, ആരും പറഞ്ഞതുകൊണ്ടല്ല സ്തോത്രം ചെയ്യുന്നത്. അവൻ എന്നെ വിടുവിച്ചതോർത്ത്, എന്റെ കടങ്ങൾ ക്ഷമിച്ചതോർത്ത്, ഹല്ലേലൂയ, എന്നെ ബന്ധനസ്ഥനായിരുന്നു എന്നെ സ്വാതന്ത്ര്യം വരിച്ചതോർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം. ആദ്യത്തെ ഗാനം ഇപ്രകാരമാണ് പാടുന്നത്: യേശുവിൻ നാമത്തിന് ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ മാത്രം. അതുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി വിശുദ്ധ കരങ്ങൾ ഉയർത്തി അവിടുത്തെ സന്നിധിയിൽ ആരാധനയായി നമ്മെ തന്നെ ഈ ഒരു യാഗമായി അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യേശുവിൻ നാമത്തിനാരാധന, രാജാധിരാജാവിനാരാധന, യേശുവിൻ നാമത്തിനാരാധന, രാജാധിരാജാവിനാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാനാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ
കർത്താവിനെ ഒന്ന് സ്തുതിക്കാം, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. നാം പാടിയതുപോലെ അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല, നീയല്ലാതെ വേറൊരു ദൈവമില്ല. നിന്റെ മുമ്പിൽ മാത്രം ഞാൻ വണങ്ങും, നിന്നെ മാത്രം ഞാൻ ആരാധിക്കും, നിന്നെ മാത്രം ഞാൻ സ്തുതിക്കും. നിന്റെ മുമ്പിൽ ഒരു ആരാധനയായി ഞാൻ എന്നെ സമർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We thank you, Lord. We worship you, Lord. Hallelujah. Hallelujah. കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം കൂടെ പാടി നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവസ്നേഹം ചൊല്ലാനാവില്ലെനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ലെനിക്ക്. ദൈവസ്നേഹം ചൊല്ലാനാവില്ലെനിക്ക്, വർണ്ണിച്ചതു തീർക്കാനാവില്ലെനിക്ക്. ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലേറും
ആവിലേക്കും ബലമതുല്യം ദൈവസ്നേഹം ചൊല്ലാം ആവിലെനിക്ക് വർണ്ണിച്ചതു തീർപ്പാൻ ആവിലെനിക്ക് ദൈവസ്നേഹം ചൊല്ലാം ആവിലെനിക്ക് വർണ്ണിച്ചതു തീർപ്പാൻ ആവിലെനിക്ക് സ്വന്തപുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹമെന്നിൽ ചൊരിഞ്ഞു പരൻ സ്വന്തപുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹമെന്നിൽ ചൊരിഞ്ഞു പരൻ അന്തമില്ല കാലം സ്തുതി പാടിയാലും തൻ തിരുകൃപയ്ക്കതു ബദലാമോ അന്തമില്ല കാലം സ്തുതി പാടിയാലും തൻ തിരുകൃപയ്ക്കതു ബദലാമോ ദൈവസ്നേഹം കൊല്ലാനാവില്ലെനിക്ക് വർണ്ണിച്ചതു തീർപ്പാൻ ആവില്ലെനിക്ക് ദൈവസ്നേഹം കൊല്ലാനാവില്ലെനിക്ക് വർണ്ണിച്ചതു തീർപ്പാൻ ആവില്ലെനിക്ക് ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം കുന്നുകളിലേറും അതിലുയരം ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം കുന്നുകളിലേറും അതിലുയരം ഓ ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം കുന്നുകളിലേറും അതിലുയരം ഒരിക്കൽ കൂടെ ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം കുന്നുകളിലേറും അതിലുയരം നിങ്ങളുടെ സ്നേഹം എത്രയോ ആഴമുള്ളതാണ്, എത്രയോ ഉയരമുള്ളതാണ്. അതിന്റെ വീതി നീളം ഞങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സ്വന്തം പുത്രനെയും ബലി തരുവാൻ ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹം അതെത്രയോ വലിയതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തം പുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹം എന്നിൽ ചൊരിഞ്ഞു പരൻ. പാട്ടുകാരൻ ചോദിക്കുകയാണ്, അന്തമില്ലാ കാലം സ്തുതി പാടിയാലും തൻ കൃപയ്ക്കത് ബദലാകുമോ? ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം, അവന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, praise you, praise you, praise you, praise you, praise you, praise you. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് തുടർന്നും ഏകാഗ്രതയോടെ ഭക്തിയോടെ തിരുസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ ജോസ് ലൂക്കോസ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ രാവിലെ പ്രഭാതത്തിനായി ദൈവത്തെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തക്ക സമയത്ത് ഈ ആലയത്തിൽ അടിയങ്ങൾക്ക് ഒത്തൊരുമിച്ച് കൂടി വരുവാൻ ഇത്ര പേർക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കൃപയ്ക്കായി സ്തോത്രം. ആമേ, ആലയത്തിലും സൂമിലുമായിരിക്കുന്നവരെ എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേ, ഇതിന് പങ്കെടുക്കുവാൻ കഴിയാതെ യാത്രയിലും ജോലിയിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുപോലെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ആമേ, ദൈവത്തിന് ആമേ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഹല്ലേലൂയ, ആ ശക്തി ഹല്ലേലൂയ എല്ലാവരിലും പകരേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ നടക്കുന്ന ഓരോ സൃഷ്ടികളിലും ആമേ വചനത്തിന്റെ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ, ഒരുപോലെ സൗഖ്യം പ്രാപിപ്പാൻ, ഒരുപോലെ വിടുതൽ പ്രാപിപ്പാൻ, ഒരുപോലെ സന്തോഷം പ്രാപിപ്പാൻ ആമേ ഈ പകൽവേളയിൽ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ തന്നെ ദൈവം, നിന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് സംഭവിപ്പാനുള്ളത് പ്രസ്താവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, നീ മാത്രം ദൈവം. ഹല്ലേലൂയ, നീ മാത്രം ശക്തി. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേ, സ്തോത്രം. ആമേ, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ആലയത്തിൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസനെ ബലപ്പെടുത്തുമാറാകണമേ. വചന ശുശ്രൂഷയിൽ ദൈവം ബലപ്പെടുത്തുമാറാകണമേ. ആമേ, വേണ്ട വചനം കർത്താവേ നിങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
സൂമിൽ കൂടെ ഓൺലൈനിൽ കൂടെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം അതിവേഗം വചനം ചെല്ലുമ്പോൾ എവിടൊക്കെ വചനം ചെല്ലുന്നുവോ ആരിൽ ദൈവത്തിന്റെ വചനം അവരിൽ കൂടെ കേൾക്കുന്നു, അവരിൽ കൂടെ ദൈവം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങളെ തരുമാറാകണമേ. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകളെ പ്രസ്താവിപ്പാൻ ഈ പകൽ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രോഗികളായി ഭാരപ്പെട്ടവരുന്നു, പ്രയാസങ്ങളിൽ ആയിരുന്നു, ശാരീരിക ക്ലേശങ്ങളിലായിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ട് വിടുവിച്ച് ആലയത്തിൽ കൊണ്ടുവന്നത് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഗസ്റ്റായി കടന്നു വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. വരവിനായിരിക്കണം യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിനെ. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord. Hallelujah. ദൈവസ്നേഹത്തിൻ്റെ ആഴം അതൊന്നുകൂടെ ഗ്രഹിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സോ ബിഫോർ ഐ ഗോ ഫർദർ, I invite our little ones, the children, come forward and recite the words. He is my everything. He is my all. He is my everything. Most greatest one. He gave His life for me. Made everything new. He is my everything. Life that's true. Like honey in the rock, sweet honey in the rock. His grace like honey in the rock. Oh, taste and see that the Lord is good. For He tastes like honey in the rock. 2 Thessalonians 3:16. Now may the Lord of peace Himself give you peace at all times in every way. May the Lord be with you all. Let all praise and name the Lord, for His name alone should be exalted. His glory is above the earth and the heavens. Psalms 148, verse 13. May the God of hope fill you with all joy and peace as you trust in Him, so that you may overflow with peace and by the Holy Spirit. Romans 15, verse 13. John 3, verse 16 and 17. For God so loved the world that He gave His one and only Son, that whoever believes in Him shall not perish but have eternal life. For God did not send His Son into the world to condemn the world, but to save the world through Him. For God so loved the world that He gave His one and only Son, that whoever believes in Him shall not perish but have eternal life. For God sent His Son into the world not to For God did not send His Son into the world to condemn the world, but to save the world through Him. John 3, verses 16 and 17. Jesus said, I am the way and the truth and the life. No one comes to the Father except through Him. John 14, verse 6. നമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് സഭയായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? അവരുടെ ചെറുപ്രായത്തിൽ അവർ മെമ്മറൈസ് ചെയ്യുന്ന വേർഡ് വചനം, അത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. പാരൻസിനെ കൊണ്ട് കഴിയുന്നത്ര ചെയ്യുമെങ്കിലും വചനമാണ് അവരെ നിലനിർത്തുന്നത്. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പ്രിയ ജോൺ ഫിലിപ്പ് സാജൻ ബ്രദർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്.
ഓ സ്തോത്രം 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 സ്തോത്രം. Yes, Lord. Yes, Father. Thank you, Jesus. Amen. Thank you, thank you. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ഒരു സന്ദർഭം കൂടെ ദൈവം ഒരുക്കിയതോർത്ത് കർത്താവിന് സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതാര് പറയണം? യഹോവ ഭക്തന്മാർ പറയണം. ഈ രാവിലെ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് വർണ്ണിക്കുവാൻ, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, അവന് മഹത്വം കരയറ്റുവാൻ ദൈവം ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കളെ ഇതൊന്ന് മാറ്റിയേ. സൂമിലുള്ള പ്രിയപ്പെട്ടവർക്ക് ആദ്യം സാക്ഷ്യം പറയാനുള്ള സമയമുണ്ട്. ദൈവം നടത്തിയ വഴികളെക്കുറിച്ചോ ഏതെങ്കിലും വിഷയങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനുശേഷം ആലയത്തിൽ ഇന്ന് പകൽ നമ്മളെ ഗസ്റ്റായിട്ട് പല പ്രിയപ്പെട്ട ഗസ്റ്റല്ല, നമ്മുടെ ഫാമിലിയുടെ ഭാഗം തന്നെയാണ് അവർ. ഗസ്റ്റായിട്ട് അവരെ നമ്മൾ മാറ്റുന്നില്ല. രാമദാസൻ ജെയ്സൻ്റെ മദർ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവർ ഡാലസിൽ നിന്ന് വന്നിരിക്കുന്നു. ബ്രദറും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു, അറിയത്തില്ല, വരുമായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെ കൊണ്ട് BBSന് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ജസ്വിൻ ബെനിറ്റ, ജസ്വിൻ ഇല്ലയോ? ബെനിറ്റയുടെ പാരൻസ് ഇവിടെയുണ്ട്. അവർ അവിടെയും ഇവിടെയും മെമ്പർഷിപ്പുണ്ട്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം. കർത്താവ് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും കർത്താവിന് സ്തോത്രം. മറ്റെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബെനിറ്റയുടെ അപ്പുറത്തിരിക്കുന്ന സിസ്റ്ററാണോ? അതെ, കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാതാവ് എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. മറ്റെല്ലാവരും നമുക്ക് പരിചയമുള്ളവരാ. എല്ലാവർക്കായും സ്തോത്രം. ബാക്കി പ്രയർ റിക്വസ്റ്റൊക്കെ ഞാൻ പിന്നീട് പറയാം. ബെസ്റ്റായി വന്നിരിക്കുക സാക്ഷ്യ സമയമുണ്ട്. സൂമിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് 1 മിനിറ്റ് തരുന്നു. അതിനുശേഷം ആലയത്തിലുള്ളവർക്ക് സമയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. Hear my cry, O Lord, attend to my prayer. From the end of the earth I will cry to you. When my heart is overwhelmed, lead me to the rock that is higher than I. ഇംഗ്ലീഷിൽ അങ്ങനെ, മലയാളത്തിൽ അങ്ങനെ അല്ല എഴുതിക്കൊണ്ട് ഞാൻ അത് ഇംഗ്ലീഷിൽ എടുത്ത് വായിച്ചു. For you have been a shelter for me, a strong tower from the enemy. I will abide in your tabernacle. Forever I will trust in the shelter of your wings. ഒരു നല്ല സ്തോത്രം പറയാം. ഒരു വാക്യം കൊണ്ട് വായിക്കാം, എന്നാലും നിങ്ങൾ പറഞ്ഞാൽ മതി. Matthew chapter 14, 24-25. But the boat was now in the middle of the sea, tossed by the waves, for the wind was contrary.
Now in the fourth watch of the night, Jesus went to them, walking on the sea. മലയാളം വായിച്ചോ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണം. Praise the Lord. ഒരു പാട്ടിൻ്റെ ഒരടി പാടാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. ഓ അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായി നാവു പോരായേ, എങ്കിലും ആവോളം പാടി സ്തുതിക്കും. ഓ ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിന് അങ്ങയോളം വലിപ്പമുണ്ട്. അവിടുന്ന് ശാശ്വത പാറയ, ഉന്നതമായ പാറ. ഈ രാവിലെ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ വരുന്നു. അതും കൂടെ സംസാരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ഒരു പ്രാർത്ഥനയാ, പാസ്റ്ററും സങ്കീർത്തനം വായിക്കുവാന്നൊന്ന് വിചാരിക്കരുത്. ഇതിനകത്തുമുണ്ട് മെസ്സേജ്. എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. പത്രോസിൻ്റെ വിടുതലിന് വേണ്ടി സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു എന്ന് വചനമുണ്ട്, ഇല്ലയോ? ഉണ്ടെങ്കിലൊക്കെ ഒന്ന് തല ഉണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്നല്ല പറഞ്ഞത്. എൻ്റെ പ്രാർത്ഥന നീയൊന്ന് ശ്രദ്ധിക്കണേ. അതിൻ്റെ ആഴം മനസ്സിലായോ? എന്നെ ഇഗ്നോർ ചെയ്യരുത്.
എനിക്ക് തോന്നുന്നു പലപ്പോഴും നീ എന്നെ ഇഗ്നോർ ചെയ്യുന്നു, അതുകൊണ്ട് നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അതല്ലേ നമ്മുടെ പ്രാർത്ഥന. പിന്നെ എൻ്റെ ഹൃദയം ഓവർവെൽംഡ് ഓർ വീക്ക് എന്നായിരിക്കുന്നു ഇംഗ്ലീഷിൽ, ആംപ്ലിഫൈഡ് വേർഷനിൽ. ഞാൻ പുറമേ കണ്ടാലൊക്കെ വലിയ ധൈര്യശാലിയാണെങ്കിലും എൻ്റെ ഹൃദയം ക്ഷീണിക്കുന്ന സമയമുണ്ട്. Am I right, sister? Praise the Lord. എനിക്കറിയാം വലിയ വലിയ എന്തോ അങ്ങനെയൊക്കെ പറയുന്നവരും വിഷയം വരുമ്പോൾ അവരും താണു പോകുന്നുണ്ട്. വി ആർ ഹ്യൂമൻ ബീയിങ്. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ ഭൂമിയുടെ അറ്റത്താണ്. എനിക്ക് തോന്നുന്നതാകട്ടോ. When I feel God is away. ഭൂമിയുടെ അറ്റമുണ്ടോ? നോ. അതുകൊണ്ട് പറഞ്ഞു കേട്ടതല്ല, റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ഈ റിങ്ങിനൊരു അറ്റമില്ലാത്തതുപോലെയുള്ള സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. എന്തുവാണ് ഈ റിങ് കണ്ടോ, ഇതിന് അറ്റമില്ല, അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ സ്നേഹം, അതിനായി ഇതിന് അടയാളമായിട്ടിടുന്നത്. അപ്പം ഒരു ആശയം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഭൂമിക്ക് എന്തില്ല? നാളെ മുതൽ ഭാഷ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കരുത്. എൻ്റെ അച്ഛാ ഒന്നും പറയാൻ പറ്റത്തില്ല. ഭൂമിക്ക് എന്തില്ല? യെരൂശലേമിൽ പാർക്കുന്ന ദാവീദ് പറയാ, ഞാനിവിടാ. He felt that I am somewhere else. And God is far away from me. ദൈവവും ദൂരമേ എന്ന് നമുക്ക് തോന്നുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ വിഷയം? ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൻ്റെ കൂടെ ഡാലസിന് പോയി. ഡാലസ് എവിടെ പോയി? ചിക്കാഗോയ്ക്ക് പോയി. നിങ്ങളൊന്ന് അനങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ. തിരിച്ചൊന്ന് ഞാൻ പറയുമായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി കർത്താവിനോട് നിൽക്കുന്ന അനേകരുടെയും ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരു ചോദ്യമല്ലേ? ഇവിടെ വന്ന ആ സഹോദരി പാട്ട് പാടിയിട്ടുണ്ട്. ശൂന്യത്തിന് അതിനുശേഷമായി ഈ ചന്ദ്രൻ ആ പാട്ട് പാടാൻ തുടങ്ങിയത്. കണ്ണുകൊണ്ട് കണ്ടതോർത്താൽ, കാതുകൊണ്ട് കേട്ടതോർത്താൽ, യാഹേ നീ അല്ലാതൊരു ദൈവം ഇല്ല. പക്ഷേ ഇവിടുന്ന് താഴോട്ടെല്ലാം പാരലൈസാ. പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ആരോ പോയ പോലെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. 2-3 ദിവസം മോർണിംഗേ ഉള്ളൂ. ദിവസങ്ങൾ 6 വർഷമായി തുടങ്ങിയിട്ട് ഇനി എത്ര ദിവസം? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ, വേറൊരു അമ്മാമ്മ ആത്മാർത്ഥതയോട് ദൈവത്തെ സേവിച്ചതാ. അവരൊന്നും പ്രാർത്ഥിച്ചില്ലേ? നിങ്ങളൊന്ന് പറഞ്ഞേ. അവരൊന്നും പ്രാർത്ഥിച്ചില്ലേ? പലരും ആരാധനയ്ക്ക് പോകാതിരിക്കുമ്പോൾ ഡബിൾ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ആ അമ്മാമ്മ ആരാധനയ്ക്ക് പോകും. ചിക്കാഗോയിലെ എൻ്റെ ഒരു വിശ്വാസ കാര്യമായി പറഞ്ഞു. നൈറ്റ് കഴിഞ്ഞ് ആരാധനയ്ക്ക് വരും, നൈറ്റ് കഴിഞ്ഞിട്ട് ആരാധന കഴിഞ്ഞ് അവിടുന്ന് തന്നെ ജോലിക്ക് പോകും. അവരുമായി 5 വർഷമായി കിടപ്പാ. അപ്പൊ ഞങ്ങളോട് തിരിച്ചു വന്നപ്പോൾ ദൈവം ഇതൊന്നും കേൾക്കുന്നില്ലയോ, എന്തുവാ ഇത് പ്രാക്ടിക്കൽ കാര്യമായി ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടോ. നമ്മൾ കേട്ടിട്ടുണ്ട് തളർന്നു കിടക്കുന്നവരെ ദൈവം സൗഖ്യമായി, യേശു സൗഖ്യമാക്കിയെന്ന്, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയെന്ന്, മരിച്ചവരെ ഉയർപ്പിച്ചെന്ന്. ഇതിനകത്തേ ഉള്ളോ? ചിന്തിച്ചിട്ടുണ്ടോ?
സുവിശേഷങ്ങൾ വായിച്ച് ധൈര്യപ്പെടാനേ ഉള്ളൂ. ജീവിതത്തിൽ അത് വരത്തില്ലേ? ചിന്തിക്കാനാ പറഞ്ഞു. നാളുകളായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല. ചിന്തിച്ചാൽ തെറ്റുണ്ടോ? ദൈവമേ, നീ എവിടെയോ ദൂരെയാ. ഒരു വിഷയം വരുമ്പോൾ എല്ലാവർക്കും വളരെ ഈസിയാ. ദൈവം സഹായിക്കും, ദൈവം ചെയ്യും. പക്ഷെ ഒരു വിഷയം വരുമ്പോൾ തളർന്നു പോകും. സ്വന്തം ജീവിതത്തിൽ വിഷയമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പാൻ വളരെ മിടുക്കാം നമുക്ക്. എൻ്റെ കാര്യം കൂടെ പറഞ്ഞത്, ഐ എം എ പാസ്റ്റർ. നമ്മുടെ ജീവിതത്തിൽ വിഷയം വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. Why? Because we are human beings. അപ്പൊ ഈ പുസ്തകത്തിൽ പ്രസംഗിക്കുകയും പുസ്തകത്തിൽ വായിക്കുകയും പുസ്തകത്തിൽ അത്ഭുതങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യേശു എവിടെയാ? ചോദിച്ചാൽ ചോദ്യത്തിന് തെറ്റില്ല. ഒരപ്പനും അമ്മയും ഒരു ചെറിയ 5 വയസ്സുള്ള ഒരു കുഞ്ഞും. ആ കുഞ്ഞ് എപ്പോഴും അപ്പനോട് കൂടിയാണ് കിടക്കുന്നത്, അപ്പൻ്റെ മുറിയിൽ. ഒരു ദിവസം അപ്പൻ ജോലിക്ക് വിദേശത്തേക്ക് പോയി. കുഞ്ഞു ഭയങ്കരം കരച്ചില്. പപ്പ പപ്പ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വലിയ സങ്കടം. കേൾക്കണേ, ഈ പറയുന്ന എനിക്ക് സങ്കടമാണ്, പിന്നെ അമ്മയ്ക്കില്ലേ? അമ്മ കുഞ്ഞിന് സങ്കടം കണ്ട് ആ മുറിക്കകത്ത് അപ്പൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചു. അപ്പൻ്റെ ഒരു മക്കളെ, ഡാഡി ഇവിടെ തന്നെയൊക്കെ ഉണ്ട് കേട്ടോ, ഉറങ്ങിക്കോ. താരാട്ട് പാടി ഉറങ്ങി. അമ്മ ഉറങ്ങി. കുറച്ച് നേരം പിന്നെയും മോൻ കരയുക. അമ്മ ഉറങ്ങി. എങ്ങനെ അടിച്ച് കരഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, എന്തോ പറ്റി? ഐ വാണ്ട് മൈ ഡാഡി ടു കം ഔട്ട് ഫ്രം ദാറ്റ് ഫ്രെയിം. മനസ്സിലായില്ല? എന്റെ ഡാഡി ആ ഫ്രെയിമിനകത്തുനിന്ന് ഇറങ്ങി വന്നെങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? തോന്നും പറയാമോ? ഈ ഫ്രെയിമിനകത്തിരിക്കുന്ന ഒരു യേശുവിനെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഒരു വിഷയം പോലും അവൻ ഇവിടുന്ന് ഇറങ്ങി വരണം. അതാ പാടിയത്, നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ. പക്ഷെ ഒന്നുകൂടെ പാടിക്കാതെ, നടത്തിയ വഴികളെ കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ, നടത്തിയ വഴികൾ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം പാടി സ്തുതിക്കും. ഹല്ലേലൂയ. പല ചോദ്യത്തിലും മറുപടി കിട്ടിയില്ലെങ്കിലും നടത്തിയ വിധങ്ങൾ മറന്നു പോകരുത്. സമയാസമയങ്ങളിൽ ഈ ഫ്രെയിമിൽ നിന്ന് ഇറങ്ങി അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദാവീദ് എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, അപ്പോൾ ഹൃദയം എന്ത് ചെയ്യും? ക്ഷീണിക്കും. മനസ്സ് വീക്കായി പോകും. ഞങ്ങൾ പലപ്പോഴും വലിയ വിശ്വാസത്തിന് വേണ്ടിയൊക്കെ പ്രസംഗിക്കുന്നവരാ. പക്ഷെ ക്ഷീണിക്കുന്ന അവസ്ഥകളുണ്ട് കേട്ടോ.
അവിടെ പറയാ, ഞാൻ ഹൃദയം ക്ഷീണിച്ചപ്പോൾ അവന് തോന്നിയത് ഞാൻ ഭൂമിയുടെ അതിൻ്റെ അർത്ഥം എന്തുവാ? എൻ്റെ ദൈവം എവിടെയോ ദൂരവയാ. അവൻ ഫിസിക്കലി ഭൂമിയുടെ അറ്റത്തല്ല. മനസ്സ് ക്ഷീണിച്ചപ്പോൾ അവന് തോന്നി, എൻ്റെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ടോ? അതാ പറഞ്ഞു, അവൻ ശ്രദ്ധിക്കണേ, എന്നെ ഇഗ്നോർ ചെയ്യരുതേ, സീരിയസ് ആയി ഞാൻ പറയുന്നൊന്ന് കേൾക്കണമേ. ഇന്ന് പകൽ അങ്ങനൊന്ന് പ്രാർത്ഥിക്കാം, അങ്ങനൊന്ന് പ്രാർത്ഥിക്കാം. എന്നെ ഒന്ന്, എന്റെ വാക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. അവന് ഇങ്ങനെ ധ്യാനിച്ചിരുന്നപ്പോൾ, 77-ാം സങ്കീർത്തനം ഇങ്ങനെ ധ്യാനിച്ചിരുന്നപ്പോൾ അവന്റെ മനസ്സിൽ കൂടെ പോയ ഒരു സങ്കീർത്തനമായിരിക്കാം അത്. എൻ്റെ ആശയമാണ്. 77-ന്റെ 11 മുതൽ വായിച്ചേ. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വന്ദിക്കാൻ പോവാ. അടുത്തത് 77:11 ശരിയാണ്, എല്ലാവർക്കും എടുക്കാൻ വേണ്ടി പറഞ്ഞോളൂ. 77-ന്റെ 11 മുതൽ പണ്ടത്തെ അത്ഭുതങ്ങൾ. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയം ഇപ്പോഴത്തെ അല്ല, പണ്ടും നടന്നിട്ടുണ്ട്. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കുവന്നേ. ഒരു സ്വതന്ത്രം ഒന്ന് പറഞ്ഞേ. ഏറ്റവും ഓർക്കാൻ പറ്റിയ അത്ഭുതം എന്നറിയാമോ? പാപിയായ എന്നെ. ഇതൊക്കെ പറയുമ്പോഴാണ് ദൈവം ചോദിക്കേണ്ടത്. തലവേദന മാറിയതിനാണ് ചോദിക്കേണ്ടത്. പാപിയായ എന്നെ, ക്രിസ്തുയേശുവിന്റെ ദൂരവയായിരുന്ന എന്നെ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്ന എന്നെ, എന്റെ അടുക്കലേക്ക് എന്നെ തേടി വന്ന് ആ ദിവസം ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. നീ എന്റെ അടുക്കൽ വന്ന ദൈവമാ. ഈ ദൈവത്തെ സ്തുതിക്കാമോ? നാം രക്ഷിക്കപ്പെട്ട ദിവസം ഒന്ന് ഓർത്തു നോക്കിക്കേ. അന്ന് വന്ന് ആനന്ദ കണ്ണീരൊന്ന് ഓർത്തു നോക്കിക്കേ. ദൈവ പൈതലായ ആ ദിവസം എന്നെ വായിച്ച സഹോദരി, ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും. ഇതാ ഞാൻ പറഞ്ഞു, ദൈവസ്ഥലം വരുമ്പോൾ ഇതെങ്കിലും ഓർക്കണം. അന്നേരം ആരും പറയണ്ട കൈയൊട്ടാനും പാടാനും പ്രാർത്ഥിക്കാനും. അടുത്തത് ഞാൻ ചിന്തിക്കുമെന്നേ. ഞാൻ ഈ കടന്നു വരുമ്പോൾ മറ്റൊന്നുമല്ല ചിന്തിക്കുന്നത്, ദൈവം നടത്തിയ വഴികളെയാ ചിന്തിക്കുന്നത്. വെള്ളിയും ശരിയും ഞാൻ അധികം ഒന്നും ഇടപെടാറില്ല, അവിടെ സംസാരിക്കാറില്ല. കാരണം എനിക്ക് ധ്യാനിക്കേണ്ട ദൈവവചനമാണ്. അത് ധ്യാനിക്കുമ്പോഴാണ് ദൈവാത്മാവ് ദൂത് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ധ്യാനിച്ചാൽ ദൈവം എന്തെല്ലാം നമുക്ക് വെളിപ്പെടുത്തും. ഇന്ന് ആരോ പ്രാർത്ഥിച്ചതുപോലെ വന്ന് നിരാശയോട് പോകാൻ ദൈവം അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അടുത്തത് കഴിഞ്ഞോ? മതി. ഇതെല്ലാം ഓർത്തപ്പോൾ ശ്രദ്ധിക്കണേ, ഇനി പ്രാർത്ഥന തുടങ്ങിയത് ഞാൻ വിളിച്ചപ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. അവിടെ നിന്ന് കേൾക്കുന്നില്ലേ? നീ എവിടെയോ ദൂരെയാണോ? അടുത്തായിരുന്നെങ്കിൽ നീ കേട്ടേനേവല്ലോ. എന്നെ ഇഗ്നോർ ചെയ്യരുത്, എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഇംഗ്ലീഷ് എന്താ ഇരിക്കുന്നത്? ഹിയർ മൈ ക്രൈ. അവിടെ ഇരുന്ന് ധ്യാനിച്ച് ഹൃദയം ക്ഷീണിച്ചെങ്കിലും ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തിയില്ല. ധ്യാനിച്ചപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം അവൻ ആരാന്നറിയാമോ? എനിക്കൊരു
സോറി, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്ന് നടത്തും. അപ്പൊ എനിക്ക് മനസ്സിലായി ആരുണ്ട് എനിക്ക്. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആരെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. ഇത് സ്ലൈഡ് കാണിക്കണ്ട. ലീഡ് മീ ടു ദ റോക്ക്. ഞാനിങ്ങനെ ഹൃദയം ക്ഷീണിച്ച് വീക്കായി ഇപ്പം വീഴുമെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തപ്പോൾ അവന് പറയാ, എനിക്ക് ശാശ്വതമായ ഒരു പാറയുണ്ട്, അത്യുന്നതമായ ഒരു പാറയുണ്ട്. അടുത്ത വാക്ക് എനിക്ക് ഇഷ്ടം, ഹയർ ദാൻ ഐ. എന്നെക്കാട്ടിലും, ഒരു സ്വന്തം പറയണേ, എന്റെ വിഷയത്തെക്കാട്ടിലും, എന്നെ ഭാരപ്പെടുന്ന വിഷയത്തെക്കാട്ടിലും അത്യുന്നതമായ ഒരു പാറ. ഇത് മറ്റുള്ളവനില്ല. അതുകൊണ്ട് ആ ജീവിതം അവർ അവസാനിപ്പിക്കുന്നത്. നമുക്കുണ്ട് ഓടിച്ചെല്ലാൻ. എന്താ എനിക്ക് എന്തുവാ, എന്നെ നടന്നങ്ങോട്ട് അടുക്കാൻ എനിക്കൊരു പാറയുണ്ട്, എന്റെ വിഷയത്തെക്കാൾ വലിയ ഒരു പാറ. അതുകൊണ്ടല്ലേ ഇവിടെ വരെ വന്നത്. ഞാനങ്ങ് ചിന്തിക്കുക, അപ്പം സമയമില്ലാതെ പെട്ടെന്ന് പോവാ, സമയം മുമ്പോട്ട് പോയല്ലോ. ഏത് സാഹചര്യമായിരിക്കാം ദാവീദിനെ അങ്ങനെ ചിന്തിക്കുമാറാക്കിയത്? എൻ്റെ അഭിപ്രായം ഒരു പക്ഷേ അബ്ശാലോമിന് സമയമായിരിക്കാം. ലഭിച്ച കൊട്ടാരം പോയി, പെട്ടകം ഇല്ല, ടെമ്പിൾ ഇല്ല, പൊസിഷൻ ഇല്ല. മന്ത്രിയായിരുന്ന അഹീതോഫേൽ തിരിഞ്ഞു. സാഹചര്യം ഓർത്ത് നോക്കി. എല്ലാം ഓക്കെ ആയിരുന്നു. ഓൾ ഓഫ് ദ സഡൻ the situation turned around. നമുക്ക് അങ്ങനെ സാധ്യത ഉണ്ടായിട്ടുണ്ടോ? അൺഎക്സ്പെക്റ്റഡായി ജീവിതത്തിലേക്ക് വിഷയം വരുമ്പോൾ ചോദിച്ചു നോക്കിയേ, ലൈഫിലെ സിസ്റ്റം മാറും ഇല്ലയോ? എല്ലാം ഞാൻ ഒരാളുടെ കാര്യമല്ല പറഞ്ഞു, ഞങ്ങളുടെ കാര്യമാണ്. എവറിങ് ഓൾ റൈറ്റ് ആണെങ്കിൽ ഒന്നിച്ചു പോകും. പക്ഷെ സംഗതി അല്പം ഒന്ന് മാറിയാൽ എവറിങ് ടേൺഡ് അറൗണ്ട്. ആ സന്ദർഭത്തിൽ തോന്നിപ്പോകും, ഞാൻ എവിടെയോ ഒരു ഭൂമിയുടെ കോണിക്കായിപ്പോയോ. ഈ ചർച്ച ഇന്ന് 2-3 മാസം ശുശ്രൂഷയ്ക്ക് ഫർലോ എടുത്ത് വീട്ടിൽ നിന്ന് സമയം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ സമയം, ജോൺസന്റെ സമയത്ത്. അന്നേരം ഇതുപോലെ കർത്താവേ എവിടെ ഒരു കോണിക്കായിപ്പോയോ ചിന്തിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ ദാവീദിന് കുഴപ്പമുണ്ടോ? ഒരു സ്വതന്ത്രം പറയണേ. ഹല്ലേലൂയ. എവിടെയോ ഒരു കോണിക്കായിപ്പോയി. നോക്കണം, ആരുമില്ല കൂടെ. പിന്നെ ശിമൈ, അവന്റെ ഓർഡിനേഷൻ എന്തിനു വേണ്ടിയാ? അങ്ങനെ ഓർഡിനേഷൻ കിട്ടിയിട്ടുമുണ്ട്. എല്ലാ ഓർഡിനേഷനും മറന്നു പോകരുത്. പല ഓർഡിനേഷൻ ഇങ്ങനെ ശപിക്കാൻ വേണ്ടി. അവന്റെ എതിരായ കമ്മിറ്റി കൂടിയില്ല ദാവീദ്. ലെറ്റ് ഇറ്റ് ഗോ. നമ്മളാണ് എന്നാലും അവൻ എന്നെ. ദാവീദ് പറയാ, ദൈവം അവനോട് പറഞ്ഞിരിക്കുന്നു എന്നെ ജപിക്കാൻ. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ച് കേൾക്കണേ. ബാക്കി ഒരു പക്ഷേ അടുത്ത ആഴ്ച ആയിരിക്കും. ഇനി എന്തുവല്ലാണ് ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ദൈവത്തിന്റെ ഓർഡറിന്റെ പാത്തിൽ കൂടിയാ പോകുന്നത്. അതിന് സ്വതന്ത്രം പറഞ്ഞില്ല ആരും. ദൈവം ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തല കൈവച്ച് ഓർഡർ ചെയ്ത് അത് മാത്രമല്ല, ദൈവം നിയോഗിച്ചാക്കിയ പാതയിലാണെന്നേ.
ദൈവത്തിന്റെ അനോയിന്റിങ് ആരുടെ മേലുണ്ടോ അവന് എന്നും പ്രശ്നമുണ്ട്. ഒന്നുമില്ലാത്തൊരു ഒരു കുഴപ്പമില്ല. ഇസ്രായേൽ വീട്ടിൽ വന്ന് ദാവീദേ, അതുവരെ ആരും അവനെ പറ്റി വലിയ ഗവനിക്കത്തേയില്ലായിരുന്നു. അതിനുശേഷം ചേട്ടന്മാര് ചേട്ടനെതിരല്ലേ, പിന്നെ നീ എന്തിയ കുറെ ആടുകളെ കൊണ്ട് നോക്കാനുള്ള, നീ എന്തിനായിടോ വന്നിരിക്കുന്നത്? യുദ്ധം കാണാനല്ലയോ? അത് യുദ്ധം ഉണ്ടെങ്കിൽ കണ്ടാ പോരാ. അത് കഴിഞ്ഞ് ശൗല്, മോനെ നീ കൊച്ചനാ, നിന്റെ സാക്ഷ്യം ഒന്ന് കേൾക്കട്ടെ. ഞാൻ കൊച്ചനാണെങ്കിലും ഒരഭിഷേകം എൻ്റെ മേലുണ്ട്, എനിക്കൊരു അനുഭവമുണ്ട്. കരടിയും സിംഹറിയും കഥാസം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞു ശൗല് 1000 കൊന്നു. അയ്യോ, മരുന്നില്ലാത്തൊരു രോഗം. അതെന്താ ഉപയോഗിച്ച? ഇത് ദൈവമക്കളുടെ ഇടയിലില്ല. മരുന്നില്ലാത്തൊരു, എന്നേക്കാൾ കൂടുതൽ ജെയ്സൺ പ്രസംഗിച്ചോ പിന്നെ എനിക്ക്. കർത്തൃമേശയും നടത്തിയിട്ടുണ്ട് പുള്ളി, ഇനി ഞാനും നടത്തും. കല്യാണം കെട്ടിക്കും. ഹല്ലേലൂയ, കല്യാണം കെട്ടിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഇരിപ്പ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ, ജേസനല്ല വീട്ടിൽ ടൈറ്റായിട്ടൊക്കെ ഇരിക്കാതെ. പ്രൈസ് ദി ലോർഡ്. ഇത് കഴിഞ്ഞ് ഇത് കേട്ടോണേ ശൗല് കുന്തവുമായിട്ടാ. പിന്നെ എനിക്ക് തോന്നുന്നില്ല അന്നൊന്നും ഇത്ര വലിയ പ്രയാസം ഉണ്ടായെന്ന്. അവനറിയാം ഒരു അഭിഷേകം എൻ്റെ മേലുണ്ടെന്ന്. പക്ഷെ രാജാവായതിന് ശേഷം സ്വന്തം മകൻ അവനെ പേടിച്ച് ഓടേണ്ട ഗതിഗതി വന്നല്ലോ. അത് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അഭിഷേകം മനസ്സിലാവുന്നുണ്ടോ? അവനെ പേടിച്ചോ, ഞാൻ എവിടെയോ ദൂരെ, എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. ധൈര്യം വീണ്ടെടുത്തു. മക്കളെ അവൻ മാറ്റിയിട്ട് ധൈര്യം വീണ്ടെടുത്തിട്ട് അവൻ 5 കാര്യങ്ങൾ അവന് വെളിപ്പെട്ടു. അത് മാത്രമായാലും ഒന്ന് തൊട്ടുപോകാം, ബാക്കി അടുത്ത ആഴ്ച പറയും. നിങ്ങൾക്ക് സമ്മതമാണ് അടുത്ത ആഴ്ച ഇത് തന്നെ പ്രസംഗിച്ചാൽ? എല്ലാവരും പറഞ്ഞില്ലെങ്കിൽ സാരമില്ല. ഇല്ല, പൊയ്ക്കോട്ടെ. ധൈര്യം പൂണ്ടപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ നടത്തിയതാണല്ലോ. പണ്ട് ഒരു വിഷയം വന്നപ്പോൾ എന്റെ കൈക്ക് പിടിച്ചതാണല്ലോ. രാജാവ് എന്നെ കുന്തമായി കൊല്ലാൻ വന്നപ്പോൾ അവൻ എന്നെ രക്ഷിച്ചതാണല്ലോ. വന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളപ്പോൾ ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്താണല്ലോ. മെഡിക്കൽ സയൻസ് ഗിവ് അപ്പ് ചെയ്തപ്പോൾ എന്നെ സഹായിച്ചതാണല്ലോ. തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതാണല്ലോ. ധൈര്യപ്പെട്ടു. കമൺ ഹലോ. ധൈര്യപ്പെട്ട് 5 ചിന്തകൾ വന്നു. ഈ സംഗീതത്തിലുണ്ട്. ഒന്ന്, ഐ ഹാവ് എ റോഗ് ദാറ്റ് ഇസ് ഹയർ ദാൻ ഐ. എൻ്റെ വിഷയത്തെക്കാൾ, ഒരു പാട്ടില് ഓൾ സിങ്കിങ് സാൻഡ് എന്ന് പറഞ്ഞു, ഇംഗ്ലീഷിൽ പാട്ടിൽ ഇപ്പം പാടില്ല. എനിക്ക് അത്യുന്നതമായ ഒരു 2,
ഐ ഹാവ് എ ഷെൽട്ടർ. എനിക്ക് ഓടിപ്പാൻ ഒരു സങ്കേതമുണ്ട്. 3, ഐ ഹാവ് എ സ്ട്രോങ് ടവർ. എനിക്ക് പോയി ശത്രുക്കൾ വരുമ്പോൾ എനിക്കൊരു ഗോപുരമുണ്ട്. എനിക്ക് ഒരു ഉറപ്പുള്ള ഗോപുരം. 4, ഐ ഹാവ് എ ടാബർനക്കിൾ ടു അബൈഡ്. എനിക്ക് വസിപ്പാൻ ഒരു സ്തോത്രം പറഞ്ഞു. ഒരു തണലും കണ്ടെത്താതെ മരുഭൂമിയിൽ ഓടുന്നൊരു ഭക്തൻ പറയുക, എനിക്ക് മറവിനായൊരു കൂടാരമുണ്ട്. 5, I have shelter under his wing. എനിക്ക് ശരണമായി ഒരു ചിറകിൻ മറവുണ്ട്. 5 ആഴ്ച വേണം ഈ 5 വിഷയം സംസാരിക്കാൻ. മോനെ മാറ്റിയിട്ട് ഒന്നാമത്തെ വിഷയമാ, എനിക്കൊരു പാറയുണ്ട്. എൻ്റെ വിഷയമാ എനിക്ക് വലുത്. അങ്ങനെ തോന്നുമ്പോൾ ഹൃദയം ക്ഷീണിച്ചു പോകും. ദൈവം ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നുമ്പോൾ ക്ഷീണിക്കും ഹൃദയം. എന്നെ ബാധിക്കുന്ന വിഷയം വന്നപ്പോൾ എൻ്റെ വിഷയം വലുതായി. പക്ഷെ ദാവീദ് പറയുക, അതിലും വലിയ ഒരു പാറ എനിക്കുണ്ട്. എൻ്റെ വിഷയം ശ്രദ്ധിച്ചില്ലെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കണം, എന്നെ അങ്ങോട്ടൊന്ന് നടത്തണേ. ഇന്ന് ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാം. കൃപ കൃപ കൃപ. സെഖറിയാവിന്റെ പുസ്തകത്തിലുണ്ട്, ആരേപ്പണിയുടെ സമയത്ത് വലിയ പർവ്വത സമരമായ പ്രശ്നം വന്നു. ചെറുതാണെങ്കിലും സാരമില്ല, പക്ഷെ ഇതെന്തുവാ? ഒരു സോദരം പറയാമോ? വന്നിട്ടില്ലേ? ഉണ്ടെന്നേ. നമ്മെ കൊണ്ട് കഴിയാത്ത എല്ലാ വിഷയത്തിനും പേര് പർവ്വത സമാനമായ വിഷയം എന്നാ. പർവ്വത സമാനമായ വിഷയം വന്നു. ദൈവസ്ഥലിൽ ചെന്നപ്പോൾ ദൈവാത്മാവ് ഒരു നിയോഗം കൊടുത്തു. നീ എന്നോട് പറ, ഞാനൊന്ന് മാറ്റിത്തരാം. അതല്ല, നീ എന്നെ കണ്ടാൽ പർവ്വതത്തോട് പറ. മനസ്സിലായോ? 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 പ്രാർത്ഥിക്കുകയും തെറ്റില്ല. ഈ പർവ്വതത്തിന്റെ ഉയരം കണ്ടോ, എന്നെ കൊണ്ട് വയ്യ, നീ ഒന്ന് മാറ്റണമേ. തെറ്റല്ല ആ പ്രാർത്ഥന. ഇവിടെ സെരൂബാബേൽ അങ്ങനല്ല പ്രാർത്ഥിച്ചേ. അവൻ പർവ്വതം നോക്കി പറഞ്ഞു, എന്തായിരിക്കാം അങ്ങനെ പറയാം? ഈ മെസ്സേജിനോട് ചേർന്ന് ഞാൻ പറയാം. എന്തായാലും പറയണം, നിന്നേക്കാൾ വലിയവനായി എൻ്റെ പാറ. അതുകൊണ്ടാ കിട്ടിയോ? ഒന്ന് പറഞ്ഞു. പർവ്വതമേ, നീ ആരോടാ പറയുന്നത്? പർവ്വത സമാനമായ വിഷയത്തോട്. നീ ആര്? അടുത്തത്, നീ സമഭൂമിയായി തീരും. വിശ്വാസത്താൽ വിഷയത്തിന്മേൽ വിടുതലുണ്ടെന്ന് അവൻ കണ്ടു. പിന്നെ എങ്ങനെയാ? കൃപ 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 എന്നാർപ്പോടെ. പർവ്വത സമാനമായൊരു വിഷയവുമായിട്ട് ഒരു ഭക്തൻ അടുത്ത് ചെന്നു. അറിയാമല്ലോ, എനിക്കിത് വയ്യ, നീ ഇതൊന്ന് മാറ്റിത്തരണം. ആരാ? പൗലോസ്. അതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നേ? ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പൗലോസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അവന് പേഴ്സണൽ വിഷയം വരുമ്പോൾ ഞാനങ്ങ് വിചാരിക്കുക അവനും ക്ഷീണിച്ചു കാണും. തെറ്റിദ്ധരിക്കരുതേ. തവേ, ഐ കാണ്ട് ഹെൽപ്പ്, നീ ഇതൊന്ന് മാറ്റുക. അത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടോ ഇല്ലയോ? ഒരു സ്വതന്ത്രം പറഞ്ഞേ, കേട്ടെന്നേ.
പക്ഷെ ആ വിഷയത്തെ ദൈവം ഡീൽ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനെന്നാൽ ബൈബിൾ പറയാം, ഇത് എനിക്കറിയാം, നിന്റെ വിഷയവും ഞാൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നവനാ. നിനക്ക് എന്തു മതി? എന്റെ കൃപ മതി. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഓ നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഹല്ലേലൂയ. വിഷയം അവിടെ നിന്നോട്ടെ, പക്ഷേ എനിക്ക് കൃപ വേണമെന്ന് പറയുന്ന ആരെങ്കിലുമുണ്ടോ? അതിനർത്ഥം എന്തുവാ? ഈ മല അവിടത്തെ നിന്നോട്ട് എന്നുള്ളതല്ല. ദൈവത്തിന്റെ സമയത്ത് നിനക്ക് മനസ്സിലാകും അതിനൊരു വാല്യൂ ഇല്ല, അത് സൗമ്യമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇനി സെരുബ്ബാബേൽ അത് മനസ്സിലായത് അറിയാമോ? സെരുബ്ബാബേൽ അത് മനസ്സിലാകാൻ കാരണം മോശയ്ക്ക് കിട്ടിയ വെളിപ്പാടാ. തന്റെ സഹോദരന്റെ നിര്യാണ സമയത്ത് ഒരു പാട്ടുപാടി, പർവ്വതങ്ങൾ ഉണ്ടായതിനും പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാണെന്നേ. ഉൽപ്പത്തി എഴുതിയപ്പോൾ അവന് കിട്ടിയ വെളിപ്പാട് ആദിയിൽ, സഹോദരൻ നിര്യാണ സമയത്ത് അവന് കിട്ടിയ വെളിപ്പാട് അനാദിയിൽ, ആദിയുടെയും അപ്പുറത്ത്. ഇവനാണ് ശാശ്വത പാറ. കൽവറിയിൽ പിളർക്കപ്പെട്ട പാറ. വേറൊരു വിഷയം ഇടയ്ക്കുണ്ട്, അടുത്ത ഞാൻ പറയാം. ഈ പാറയിടുക്കിലേക്ക് എന്നെ ഒന്ന് നടത്തണമേ, അതിന്റെ വിഷയമാണ് ഞാൻ പുതുനിയമത്തിൽ ആ വാക്യം വായിച്ചത്. അത് അടുത്ത പറയാം. പക്ഷെ എന്നാൽ പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നു, പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഒരാളാണെന്നേ. ദാവീദും മറ്റുമൊക്കെ പറഞ്ഞ പാറയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ എന്ന് പൗലോസ് പറയുക. അവരെ അനുഗമിച്ച പാറയിൽ തന്നെ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു. ഇനി സ്വതന്ത്രം കുറയരുത്. നമ്മൾ പുതുനിയമത്തിലേക്ക് വന്നു. 33 വർഷം ഭൂമിയിൽ ജീവിച്ച് നടന്നു പോയ ഒരു കർത്താവ്, നമുക്ക് മാതൃകയായവൻ. നിന്റെ ഭാരവും നിന്റെ പ്രയാസവും നിന്റെ രോഗവും നിന്റെ കഷ്ടതയും മാറിയില്ല എന്ന് വിചാരിച്ച് നീ ദൈവത്തിൽ നിന്ന് വിട്ടുപോകരുത്. അവിടെ ലിമിറ്റ് അല്ല നിന്റെ ജീവിതം. എന്നാൽ ഈ ജീവിതയാത്രയിൽ ശ്രദ്ധിക്കണേ, ഈ ജീവിതയാത്രയിൽ കർത്താവിനെ അറിയാൻ ഒരു മുഖാന്തരം ഒരുക്കിയില്ലേ? അതല്ലയോ വലിയ കാര്യം. അതിനാ നന്ദി പറയേണ്ടത്. നിത്യത നമുക്ക് ദാനമായി തന്നില്ലേ? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവിടെ നമ്മെ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോകത്തില്ലേ? കാൽവറിയിൽ 2 കള്ളന്മാരുടെ മധ്യേ
ആ വിളി കേട്ടാൽ വിചാരിക്കും അപ്പൻ എവിടെയോ ദൂരെയാണ്. എന്റെ ദൈവമേ, it is finished. ഈ യാത്ര അവസാനിച്ചു. വന്ന പർപ്പസ് പൂർത്തി. ഇതുള്ള വലിയ പ്രസംഗ വിഷയമാണ്. വന്ന പർപ്പസ് പൂർത്തീകരിച്ചു. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. ഇറ്റ് ഇസ് ഫിനിഷ്. മരിച്ചുപോയി എന്ന് കണ്ടു. ഇടത്തും വലത്തുമുള്ളവരുടെ കാൽ ഒടിച്ചു. ആര്? റോമാ പട്ടാളക്കാർ. നടുക്ക് ഇവരെ വന്നപ്പോൾ ഇവൻ മരിച്ചുപോയി എന്ന് കണ്ടതുകൊണ്ട് കാൽ ഒടിച്ചില്ല. ഞാനങ്ങ് ചോദ്യം, ഒടിച്ചില്ലെന്ന് പറയുന്നത് നല്ലതാണോ? ദൈവം അനുവദിച്ചില്ല. ഇവനോടുള്ളൊരു പ്രവചനമുണ്ട്. അങ്ങനെയാണ് ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് വിശ്വസിക്കാമോ? എനിക്ക് ഒരു കാര്യം പറയും സന്തോഷം. എൻ്റെ യേശുവിനെ റോമാ ഗവൺമെന്റോ അല്ലെങ്കിൽ യഹൂദ ജാതിയോ ബെയിൽസബൂലോ ക്രൂശിച്ചതല്ല. അവൻ ക്രൂശിൽ കരേറിയതാ. അവൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് അവർ വിട്ടില്ല. കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി. ഈ പാറയിൽ ഒരു പിളർപ്പുണ്ടാകണം. ദൈവസഭയും യേശുവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം. അവിടെ എഴുതിയിരിക്കുന്ന പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലിരിക്കുന്ന എന്റെ പ്രാവേ. ആരും നമ്മെ ഒന്ന് കാണാൻ താല്പര്യപ്പെടാതിരിക്കുമ്പോൾ കർത്താവ് പറയാ, എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെയാണ് എന്റെ വിഷയം ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു ദൈവമില്ലേ? പാറയുടെ പിളർപ്പിലും എവിടെയായി പിളർപ്പുണ്ടായത്? കാൽവറിയിൽ അവരുടെ ശരീരത്തിൽ വിലാപ്പുറത്ത് കുത്തി പിളർപ്പുണ്ടായി. എന്തിനു വേണ്ടിയാ? നിന്നെ അവന്റെ മാറിൽ മറയ്ക്കാൻ. നമ്മുടെ ഡ്രൈവിങ്ങിന്റെ മേന്മയൊന്നുമല്ല. സൂക്ഷിച്ച് ഓടിച്ചതുമല്ല കേട്ടോ. ഇന്ന് പകൽ ഇവിടെ ജീവനോടെ ആയിരിക്കുന്ന അവന്റെ മറവിടത്തിലായിരുന്നു. പക്ഷേ ഒന്ന് എഴുന്നേറ്റിരിക്കാം. ഒരല്പ ആയുസ് നമുക്കുള്ളൂ. നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ 100, 20 അല്ലെങ്കിൽ 50, 80 ഒക്കെ ഉണ്ടെങ്കിലും ബൈബിൾ പറയുന്ന ഒരു അല്പായുസ. അവൻ നിനക്ക് ചാരവയുണ്ട്. നിത്യം നിനക്ക് സൗഭാഗ്യമാ. ആ പാട്ടൊന്ന് പാടി ആരാധിച്ചു പിരിയ. പാരിൽ പാർക്കുമൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടിനേ. കാരീരും വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വെച്ചിടും. നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, ഞാനൻ പാദങ്ങൾ വെച്ചിടും. നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ. തീരം വീട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാനേകനായി ആശയറ്റെത്തുമ്പോ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. പ്രിയന്റെ സ്വരം
വാനിൽ സാന്ത്വനമോതിടും മാറിൽ ചേർത്താണച്ചിടും ചേരിൽ നിന്നുയർത്തിടും കാറിൽ സാന്ത്വനമോതിടും ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമോ ഓളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പിന്തുണ കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും കണ്ണുകൾ കാണാമറുകരാ ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണ സാരപ്പളികളാ കണ്ണഞ്ചിക്കുന്ന വീഥികൾ എൻ സ്വന്തമായി തീരുമ്പോൾ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണയിൽ പാടും ഞാൻ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണകളിൽ പാടും ഞാൻ പാർക്കുമൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടിനേ ആരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത ഭാരമേ എനിക്കായി പിളർന്ന ഭാരമേ ഞാനൻ പാദങ്ങൾ Hallelujah we praise you Lord നീങ്ങി പോകാത്ത ഭാരമേ we thank you Lord hallelujah എനിക്കായി പിളർന്ന ഭാരമേ ഓ ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത ഭാരമേ എനിക്കായി പിളർന്ന ഭാരമേ ആമേൻ ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത ഭാരമേ എനിക്കായി പിളർന്ന ഭാരമേ എനിക്കായി പിളർന്ന ഭാരമേ എനിക്കായി പിളർന്ന ഭാരമേ ശാന്തമായ ഒരു ലൈനൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. വൻ തീരകളുയരുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാൻ ഏകനായി ആശയറ്റെന്ന് തോന്നുമ്പോൾ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വര
സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, എൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. Praise the Lord, praise the Lord. ചാരത്തുണ്ടെന്ന് ഓതുന്ന പ്രിയന്റെ സ്വരം. That's more than enough. ഹൃദയം ക്ഷീണിക്കുമ്പോൾ നടക്കുവാൻ ഒരു പാത. കഴിഞ്ഞ കാലങ്ങളിൽ കൈക്ക് പിടിച്ച് നടത്തിയില്ലേ? എത്രയോ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിട്ടുണ്ട്. ഉയർച്ചയും താഴ്ചയും നമ്മൾ കൈവിടാതെ കൊണ്ടുവന്നില്ലേ? അവൻ ഇന്നുമുണ്ട് കേട്ടോ. നിനക്കായി പിളർന്ന പാറ. ആ പാട്ട് നമ്മളെ നിത്യത വരെയും കൊണ്ടെത്തിച്ചു. ഓ, നിത്യത വരെയും കൊണ്ടെത്തിച്ചു. അതിനൊന്നും ദൈവം സ്തുതിക്കാമോ? പാപ്പച്ചായം പ്രാർത്ഥിച്ചാട്ട്.